സദാ ബോധത്തിൽ ജീവിക്കുക എന്ന് പലരും പറയാറുണ്ട്. നമ്മുടെ ആചാര്യന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ തത്വം അതാണ്. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏത് ക്ലാസുകൾ എടുത്താലും സദാബോധത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞിരുന്നാലും നമ്മളിപ്പോൾ സംസാരിക്കാൻ കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്. ഈ ഭൂമിയിലുള്ള അറിവുകളാണ് എല്ലാവരും പറയണത്. പക്ഷെ എല്ലാവരും പറയേണ്ടിയിരിക്കുന്നു. കാരണം തൽക്കാലം ആ വ്യക്തി അത് പറഞ്ഞപ്പോഴാണ് നമ്മളതൊന്ന് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയണത്. ഇതൊരു പുതിയ കാര്യമാണോ? അല്ല. പക്ഷെ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്. ഓഷോ രജനീഷിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഇത് ശരിക്ക് എന്നെ ഒന്നും കൂടി സ്വാധീനിച്ചത്. ആ സ്വാധീനിച്ചത് ആരാധ്യരായിട്ടുള്ള പ്രേക്ഷകരോട് പറയുമ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ഭാഷയിലേക്ക് മാറ്റിയിട്ടാണ് അത് പറയുക. അപ്പോഴാണല്ലോ കുറച്ചും കൂടി വ്യക്തം ആവുകയുള്ളൂ. തേനീച്ച തേനെടുത്തു കഴിഞ്ഞാൽ ആ തേൻ അങ്ങനെ അങ്ങോട്ട് കൊടുന്നു വെക്കുകയല്ല, അതിൻ്റെ ഉമിനീര് കൂടി ചേർന്നിട്ടാണ് ശേഖരിക്കുന്നത്. അതുകൊണ്ടൊരാശയത്തെ നമ്മൾ അങ്ങനെ ചേർത്ത് പറയുമ്പോൾ ഇപ്പൊ നാം ബോധത്തോടു കൂടിയാണോ ജീവിക്കുന്നത്? വീട് പൂട്ടിയോ? സംശയം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ 100% അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ബോധത്തിൽ ജീവിക്കുക എന്നതിന് അർത്ഥം. സംസാരിക്കുമ്പോൾ ബോധത്തിൽ ജീവിച്ചുകൊണ്ട് സംസാരിക്കണം. ബോധത്തിൽ ജീവിച്ചുകൊണ്ട് സംസാരിക്കുന്നവർക്ക് വിമർശനങ്ങൾ കുറവായിരിക്കും. ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും വർത്തമാനകാലത്ത് ജീവിക്കുക. തെറ്റും ശരിയൊന്നുമില്ല. മോഷണം വരെ തെറ്റല്ല എന്ന് ഉദാഹരണമായിട്ട് പറയും. എന്താ കാരണം? മോഷ്ടിക്കാനാ പരിപാടി. ബോധപൂർവം ചെയ്യണം. നാളെ രാത്രി 10 മണിക്ക് ഇന്ന സ്ഥലത്ത് പോവുക. ബോധത്തിൽ. അങ്ങനെ എത്ര ശ്രദ്ധിച്ച് മോഷണം നടത്തിയാലും പിടിക്കും. അതും ബോധത്തിലേക്ക് കൊണ്ടുവരണം. ജയിലിലാവും. അതും ബോധത്തിലേക്ക് കൊണ്ടുവരണം. അപ്പം മോഷണം ചെയ്യില്ല. ഇതാണ് ബോധത്തിൽ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു പുഷ്പമെടുത്ത് മണക്കുമ്പോൾ ആ ചെടിയുമിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അത് ഞാൻ ഇറക്കുമ്പോൾ ആ ചെടിക്ക് വേദനിക്കും. ആ ചെടിയെ ഞാൻ അപ്പോൾ വേദനിപ്പിച്ചു. ആ മണം ആസ്വദിച്ചു. ഒക്കെ ബോധത്തിലാണ് ചെയ്യുന്നത്. നടക്കുമ്പോൾ, പ്രായമായവർ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ബോധത്തിൽ നടക്കണം. കാരണം ഒരു പരമാണുവിന് ചെറിയൊരു തെറ്റുപറ്റിയൊരു വീഴ്ച സംഭവിച്ചാൽ ഒരു വീഴ്ചയിലൂടെയായിരിക്കും ആ വ്യക്തിയുടെ അവസാനം. നമുക്കറിയാലോ, കുട്ടികൃഷ്ണനാര് പുതിയ വീട് വെച്ചു. ആ വീടിന്റെ പണിയെല്ലാം നോക്കിയും കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കങ്ങനെ എല്ലാവർക്കും അസൂയ വരും. അത് കണ്ട് കുളിമുറി ഇങ്ങനെ മിനുസപ്പെടുത്തുകയാണ്. അയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അയാൾക്ക് വീഴാനാണേ. അയാൾക്ക് വഴിക്ക് വീഴാൻ വേണ്ടി നല്ല മിനുസം വേണമല്ലോ. അയാളെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പാല് കാച്ചി കഴിഞ്ഞു. ആ മിനുസത്തിൽ അയാൾ തന്നെ വീണു. ആശുപത്രിയിലായി, ICUലായി. മിനുസപ്പെടുത്തുമ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് മിനുസപ്പെടുത്തണം. ബോധത്തിൽ.
അപ്പൊ പലതും ചെയ്യില്ല. ആ ബോധത്തോടു കൂടി ജീവിച്ചാൽ ബോധത്തോടുകൂടി മരിക്കണം എന്നാണ് പറയുന്നത്. എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരൂ, അല്ലേ? ഈ ഒളിപ്പിച്ചു വെച്ചാൽ അയ്യോ കുട്ടികളുടെ മുമ്പിൽ വെച്ചാൽ പറയില്ല, മരണത്തെക്കുറിച്ച് ഞാൻ പറയില്ല, അയ്യോ അത് വിട്, അത് മിണ്ടരുത്. എല്ലാ ചേർച്ചയും പിരിഞ്ഞേ തീരും. അത് ബോധത്തിലാണെങ്കിലോ, ഇവിടെ ബോധം എന്നുള്ളതിന് വിശാലമായിട്ടുള്ള ഒരു അർത്ഥതലമുണ്ട്. ആ ബോധത്തിൽ മരിക്കുമ്പോ ഉണ്ടാകുന്ന ബെനിഫിറ്റാണ് പറയണത്. ജനനം ബോധത്തോടുകൂടിയും. ഇപ്പൊ ജനനം ബോധത്തോടുകൂടി അല്ലാത്തത് കൊണ്ട് വളരെ ദുഃഖമുണ്ടാകുന്നുണ്ട്. അമ്മ പ്രസവിച്ച കുട്ടിയെ ഉപേക്ഷിച്ചു. നമ്മൾ പറയും ആ കുട്ടി എന്താ തെറ്റ് ചെയ്തത്? ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കാതിരിക്കാൻ ബോധത്തോടു കൂടി ശ്രമം നടത്തണം. ബോധത്തോടു കൂടി മരിക്കുന്നവർ ബോധത്തോടു കൂടി ജനിക്കുമ്പോൾ നല്ല കുലമാണ് തിരഞ്ഞെടുക്കുക, നല്ല അച്ഛനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക, നല്ല അമ്മയെ തിരഞ്ഞെടുക്കും, നല്ല പ്രദേശം തിരഞ്ഞെടുക്കും. ബോധമില്ലാതെ മരിക്കുമ്പോ പിന്നെ ഒന്നിനും ബോധമില്ല, സുബോധത്തിലല്ല, ആ ബോധപ്രക്രിയയെന്ന് മാറി എവിടെങ്കിലൊക്കെ ജനിക്കും. ചില കുട്ടികൾ അനുഭവിക്കുന്ന ദുഃഖം നമുക്കറിയില്ല, ആ കുട്ടി എന്ത് പാപം ചെയ്തിട്ടാണ്. അനാഥാലയത്തിനെ കുട്ടിയാക്കണു, ശ്രദ്ധിക്കാൻ ആരുമില്ല, അമ്മ തന്നെ കുട്ടിയെ ഉപേക്ഷിക്കുന്നു, അമ്മ കുട്ടിയെ കൊല്ലുന്നു, ഇപ്പൊ സംഭവമായിട്ട് മാറുന്നു. നമ്മൾ കേൾക്കുന്നില്ലേ ഇതൊക്കെ? ഇതേക്കുറിച്ച് വളരെ ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞൊരു കാര്യമാണ്, എത്രണ്ട് പ്രാവർത്തികമെന്നല്ല. ഓരോന്നും ബോധത്തോടു കൂടി ചെയ്യൂ. വേറൊരുത്തനെ തല്ലുമ്പോ ബോധത്തോടു കൂടി തല്ലിക്കോളൂ. തല്ലിയാലേ അവന് പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര സ്വാധീനമാണ്. അപ്പൊ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യും, പോലീസ് പിടിക്കും, ഉച്ചയൂണ് കഴിക്കാൻ യോഗം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ബോധം. ഇത്ര കടന്നിട്ടാണോ ഇപ്പൊ ചെയ്യുന്നത്? ഒന്നും ബോധത്തോടു കൂടിയല്ല ചെയ്യുന്നത്. വാഹനം ഓടിക്കുമ്പോ ഫോണിൽ കൂടെ സംസാരിക്കണു, വാഹനം ഓടിക്കുക മാത്രം ചെയ്യുക. എനിക്ക് ഓടിക്കാറിയില്ല, ഓടിക്കുന്ന ആളിങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാം, പെട്ടെന്ന് വെട്ടിക്കുന്നതും കേൾക്കാം. ആ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ച് ചിന്തിക്കണം. വളരെ വിശാലമായൊരർത്ഥത്തില് രജനീഷൊക്കെ ഇതിനെ നമുക്കൊന്ന് തട്ടിയിട്ടാണ് ഇനി നമ്മൾ ആലോചിച്ചുണ്ടാക്കേണ്ടതാണ്. എന്താണ് ഈ ബോധപൂർവമുള്ള ജീവിതം? കുറെയൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് കഴിയും. എല്ലാം പ്രാവർത്തികമാക്കുക എന്നുള്ളതല്ല കാര്യം. പ്രസംഗം വേറെ പ്രവൃത്തി വേറെ ആവണമെന്നില്ല. മിക്കവാറും കാര്യങ്ങൾ ബോധത്തോടു കൂടി ചെയ്യുക. വീട് പണിയണു, നാളെ വീട്ടിൽ ആര് താമസിക്കുന്നു പറയാൻ കഴിയില്ല, വരാനിരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് പറയാൻ കഴിയില്ല. പാട്ട് ആസ്വദിക്കുമ്പോൾ ആസ്വാദനം മാത്രം, പാട്ട് പാടുമ്പോൾ ബോധത്തോടു കൂടി പാട്ട് പാടുക, ബോധത്തോടു കൂടി മരിക്കുക. നിസ്സാര കാര്യമല്ല അത് പറയണത്, പക്ഷെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ബോധത്തോടു കൂടിയിട്ട് മരിക്കുമ്പോൾ നല്ല ബോധത്തോടു കൂടിയാണ് ആത്മാവിന്റെ പ്രയാണം. നല്ല സ്ഥലത്ത് നമ്മളില്ലേ വളരെ ബോധത്തോടു കൂടി പോയാൽ ഏറ്റവും നല്ല കട ഏതാ? ആ കടയിൽ കയറി ആഹാരം കഴിക്കുക, അതിന്റെ ബോർഡും പശ്ചാത്തലവും നോക്കുന്ന പോലെ നല്ല കുലത്തിൽ ജനിക്കുകയും നല്ല അച്ഛനമ്മമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യാൻ കഴിയുമെന്നൊക്കെ
ചിന്തിക്കാൻ ഈ വരികൾ പര്യാപ്തമാണ്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകളുടെ സംഭരിക്കുന്നു. നമസ്കാരം.